പിണ്ടിമനയിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സംഘടിപ്പിച്ചു. പിണ്ടിമനയിൽ ഹാട്രിക് തികച്ച UDFനെ താഴെയിറക്കി ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDFന്റെ പോരാട്ടം. 1-ാം വാർഡിൽ പ്രിൻസ് ജോണും 2-ാം വാർഡിൽ ബിജു പി നായരുമാണ് സ്ഥാനാർത്ഥികൾ. 3-ാം വാർഡിൽ ജലജ പൗലോസ്, 4-ാം വാർഡിൽ ലീല പ്ലാങ്കുടി, 5-ാം വാർഡിൽ സിന്ധു ഷാജി, 6-ാം വാർഡിൽ രാജി റോയി, 7-ാം വാർഡിൽ AV രാജേഷ്, 8-ാം വാർഡിൽ PN സജി, 9-ാം വാർഡിൽ ബിന്ദു ജോണിക്കുട്ടി, 10-ാം വാർഡിൽ ഖദീജ ഉബൈദ്, 11-ാം വാർഡിൽ ഡെയ്സി എൽദോസ്, 12-ാം വാർഡിൽ ലിജോ ജോസഫ്, 13-ാം വാർഡിൽ MM ജോസഫ്, 14-ാം വാർഡിൽ ഷിജി ജോസ് എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. സിറ്റിംഗ് ഗ്രാമപഞ്ചായത്ത് അംഗം SM അലിയാർ ബ്ലോക്ക് പഞ്ചായത്ത് പിണ്ടിമന ഡിവിഷനിലും ഭൂതത്താൻകെട്ട് ഡിവിഷനിൽ ജിജി പുളിക്കലും മത്സരിക്കും. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 5 വർഷം ഒരു ഗവൺമെന്റ് പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആദ്യത്തെ ഗവൺമെന്റിന്റെ കീഴിൽ 91 സീറ്റാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2-ാം ഗവൺമെന്റ് വരുമ്പോൾ 99 സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നത് അങ്ങനെയാണ്. 99 സീറ്റ് കിട്ടി. അങ്ങനെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ 900 കാര്യങ്ങൾ നടപ്പാക്കുമെന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രകടന പത്രികയും ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. ആ 900 കാര്യങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. CPI ലോക്കൽ സെക്രട്ടറി KP ശിവൻ അധ്യക്ഷത വഹിച്ചു. TC മാത്യു, PK രാജേഷ്, KA ജോയി, PM മുഹമ്മദ് അലി, ബിജു പി നായർ, ബിനു ബേബി, MM ജോസഫ്, SM അലിയാർ, ആന്റണി പുല്ലൻ, ഷാജി പീച്ചക്കര, TM അബ്ദുൽ അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് പിണ്ടിമന.